ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള ഭാഗത്താണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതലായിട്ടുള്ള 4 വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് യേശുവിന് വഴിയൊരുക്കുവാൻ ലോകത്തിലേക്ക് കടന്നു വന്നവനായ യോഹന്നാൻ സ്നാപകൻ. രണ്ടാമത്തത് വ്യക്തിയല്ല, സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ പ്രധാനി എന്ന ക്രൈസ്തവ ലോകം വ്യാഖ്യാനിക്കുന്ന സ്തുതിക്കുന്ന പത്രോസ് എന്ന അപ്പോസ്തലനെ കുറിച്ച് ആണ്. ഏറ്റവും അവസാനത്തെ ജീവിതം എന്ന് പറയുന്നത് 12 പേരിൽ ഒരുവൻ എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരുവൻ എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന കൂടുതൽ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, അന്ത്രയോസ് ആണ്. ക്രിസ്തുവിന്റെ ശിഷ്യനായ അന്ത്രയോസ്. ഇന്ന് പകൽക്കാലം നാം ആദ്യം പറഞ്ഞ 3 പേരെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടില്ലാത്ത, കൂടുതൽ പറഞ്ഞിട്ടില്ലാത്ത, കൂടുതൽ അനുഭവങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അന്ത്രയോസിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യനായിരുന്നു അന്ത്രയോസ്. എന്നാൽ പലപ്പോഴും താൻ ആദ്യ ശിഷ്യൻ ആണ് എന്നുള്ള പ്രവൃത്തിയായിരുന്നില്ല അദ്ദേഹം ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ചെയ്തത്. എപ്പോഴും യേശുവിന്റെ പിന്നിൽ പറ്റിച്ചേർന്ന് നിന്നവനായ വ്യക്തി. ബൈബിളിൽ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഈ അന്ത്രയോസിനെ കുറിച്ച് പറയുന്നുള്ളൂ. എന്നാൽ അന്ത്രയോസിനെ കുറിച്ച് പരാമർശിക്കുന്ന സംഭവങ്ങളിൽ എല്ലാ ഇടങ്ങളിലും ഈ അന്ത്രയോസ് യേശുവിന്റെ ശിഷ്യത്വത്തിന്റെ മാതൃക നമ്മുടെ മുമ്പിൽ പകർന്ന് വെക്കുകയാണ്. എങ്ങനെ ഒരു യേശുവിന്റെ ശിഷ്യനായി തീരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കം ചില പരാമർശങ്ങളിലൂടെ അന്ത്രയോസ് എന്ന വ്യക്തി നമ്മുടെ ജീവിതങ്ങൾക്ക് കാണിച്ചു വരികയാണ്. അന്ത്രയോസ് എന്ന പേരിന്റെ അർത്ഥം പൗരുഷമുള്ളവൻ, ധീരൻ എന്നൊക്കെയാണ്. പക്ഷേ തന്റെ പൗരുഷം അവൻ കാണിച്ചത് ലൗകികപരമായിട്ടുള്ള നന്മകൾ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ തന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പണം നയിക്കുന്നതിന് വേണ്ടിയിട്ടോ യുദ്ധക്കളത്തിലോ അല്ലായിരുന്നു. നേരെ മറിച്ച് ആത്മീയ യാത്രയിൽ യേശുവിന്റെ അടുക്കലേക്ക് ജനത്തെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവൻ തന്റെ ധീരത പ്രയോജനപ്പെടുത്തിയത്. അതേ ധീരനായ അന്ത്രയോസ് തന്റെ ആത്മീയ യാത്രയിൽ മറ്റുള്ളവരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു അന്ത്രയോസിന്റെ ലക്ഷ്യം. അന്ത്രയോസ് എന്ന ശിഷ്യന്റെ ഗുണങ്ങളെ, പ്രയോജനങ്ങളെ, ജീവിത യാത്രയെ, ശിഷ്യത്വവും വന്ന് കാണുകയും പോകുകയും പറയും എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ത്രയോസിന്റെ ജീവിതത്തിലെ 3 പ്രധാന സംഭവങ്ങളെ നാം ഇന്ന് നോക്കിക്കാണുകയാണ്. ഈ 3 പ്രധാന സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് അന്ത്രയോസ് എന്ന യേശുവിന്റെ ശിഷ്യന്റെ ഒരൊറ്റ ക്വാളിറ്റിയിലേക്ക് ആണ്, ഒരൊറ്റ ഗുണത്തിലേക്ക് ആണ്. ആ ഗുണം ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്. ക്രൈസ്തവ മാർഗത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണം തന്നെയാണ്. അത് ഏതൊക്കെ തലങ്ങളിൽ പ്രകടിപ്പിക്കണമെന്നാണ് അന്ത്രയോസിന്റെ കാലം ഇന്ന് പകൽക്കാലം നമ്മോട് വിളിച്ചു പറയുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചിന്ത അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആൻഡ്രൂ ദ ഇൻട്രൊഡക്ടർ എന്നാണ്. അന്ത്രയോസ് എന്ന ആമുഖക്കാരൻ, അന്ത്രയോസ് എന്ന പരിചയപ്പെടുത്തുന്നവൻ. A Christian disciple should introduce Christ to others. ഒരു ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിന്റെ വിശ്വാസി ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് അവന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഒതുക്കി നിർത്താതെ എപ്പോഴും അതിർവരമ്പുകളെ ഖണ്ഡിച്ച് ആ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പറയുന്നത് അത്യാവശ്യമായ ഒന്നാണ്. അന്ത്രയോസിനെ പറ്റി വിശുദ്ധ യോഹന്നാൻ മാത്രമേ ചുരുക്കം ചില അനുഭവങ്ങളിലൂടെ ഈ വേദപുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ യോഹന്നാൻ സുവിശേഷകന് ഒരിക്കലും ഈ അന്ത്രയോസിനെ വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനത്തിൽ 2 പേര് യേശുവിന്റെ അടുക്കലേക്ക് കടന്നുപോയി എന്നാണ് പറയുന്നത്. അതിലൊന്ന് പേരെടുത്ത് പറയുന്നവനായിട്ടുള്ള അന്ത്രയോസും മറ്റൊന്ന്
വലിയ എഴുത്തുകാരനായ യോഹന്നാൻ എന്ന യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനും ആയിരുന്നു. അന്ത്രയോസിന്റെ ജീവിതത്തിന്റെ ആദ്യ അവസാനം വരെ കാണുന്ന ഒരു പ്രത്യേകതയെക്കുറിച്ച് ഈ യോഹന്നാൻ എന്ന സുവിശേഷകൻ വരച്ച് കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ആഗ്രഹം, താല്പര്യമായിരുന്നു അവന്റെ ജീവിതത്തിൽ നിറഞ്ഞ് നിന്നിരുന്നത്. പേരൊന്നും അവന് ആവശ്യമില്ല, പദവിയൊന്നും അവന് ആവശ്യമില്ല. 10 പേര് യേശുവിനെ അറിയണം എന്നൊരു മനോഭാവമായിരുന്നു ഈ അന്ത്രയോസിന് ഉണ്ടായിരുന്നത്. അല്ലാതെ ഈ ലോകം നൽകുന്ന പേര് തനിക്ക് ആവശ്യമില്ല എന്ന് തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്തോട് വിളിച്ചു വന്നവരായിരുന്നു അന്ത്രയോസ്. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെ ഗാനരചയിതാവ് കുറിച്ചു വയ്ക്കുന്നത് പോലെ നീ തരുന്ന പേര് എനിക്ക് ആവശ്യമില്ല. യേശു കർത്താവിന് പോലും മുൾമുടി നൽകിയ ലോകം, ഈ ലോകം തരുന്ന പേര് എനിക്ക് ആവശ്യമില്ല എന്നൊരു മനോഭാവത്തോടുകൂടി മുന്നിലോട്ട് പോയവനായിരുന്നു അന്ത്രയോസ്. അതേ, ആ ഒരു രീതിയാണ് അവൻ എപ്പോഴും അനുഗമിച്ചത്. ക്രൈസ്തവ ശിഷ്യത്വത്തിൽ പ്രവേശിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, ഒരു വലിയ ഗുണമാണ് ഈ ഒരു ഗുണം എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 യോഹന്നാന്റെ സാക്ഷ്യം ഈ അന്ത്രയോസ് കേൾക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന അന്ത്രയോസിൻ എന്ന യോഹന്നാൻ സ്നാപകന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം അന്ത്രയോസ് കേൾക്കുകയാണ്. ആ സാക്ഷ്യം കേട്ട മാത്രമേ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടർന്ന് അനുഗമിച്ച ഈ അന്ത്രയോസ് പോവുകയാണ്. ഈ അന്ത്രയോസ് യേശുവിന്റെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോൾ യേശു തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അന്ത്രയോസിന്റെയും കൂട്ടുകാരന്റെയും മറുപടി ഇങ്ങനെയായിരുന്നു, റബി നീ എവിടെ പാർക്കുന്നു? റബി നീ എവിടെ പാർക്കുന്നു? സോക്രട്ടീസിന്റെ ഉദ്ധരണി ഇങ്ങനെയാണ്, സംശയം ചോദ്യത്തിലേക്കും, ചോദ്യം അന്വേഷണത്തിലേക്കും, അന്വേഷണം സത്യത്തിലേക്കും നയിക്കുന്നു എന്ന ഒരു ചിന്ത. അതെ, അന്വേഷണം സത്യത്തിലേക്ക് നയിക്കുന്നു എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഈ അന്ത്രയോസിന് ഉണ്ടായിരുന്നുകൊണ്ട് യേശുവിനെ അവൻ കണ്ടെത്തുകയാണ്. യേശുവിനോട് അവൻ ചോദിക്കുകയാണ്, റബി നീ എവിടെയാണ് പാർക്കുന്നത്? എനിക്കൊരു ദിവസം നിന്നോട് താമസിക്കണം, നിന്റെ ജീവിത രീതികൾ കണ്ട് മനസ്സിലാക്കി മശിഹയാണോ നീ എന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, എനിക്കൊന്ന് പരീക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന ചിന്തയിൽ യേശുവിനോട് ചോദിക്കുകയാണ്. യേശുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, വന്ന് കാണുവിൻ, കം ആൻഡ് സീ, വന്ന് കാണുവിൻ എന്ന് യേശു കർത്താവ് പറയുകയാണ്. അങ്ങനെ ഈ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ ഈ അന്ത്രയോസ് ഏറ്റെടുക്കുകയാണ്. വന്ന് കാണുവിൻ എന്ന വാക്കുകൾ തന്റെ ജീവിതത്തിലെ ഒരു ജീവിത ചര്യയാക്കി അവൻ മാറ്റുകയാണ്. വന്ന് കാണുവിൻ എന്ന വാക്കുകൾ പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഒരു വ്യക്തി പരിചയപ്പെടുത്തുവാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവൻ പറയും, നിങ്ങൾ വന്ന് നോക്കിയാട്ടെ, നിങ്ങൾ വന്ന് ഒന്ന് നോക്കിയാട്ടെ. വന്ന് കാണുമെന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത് എല്ലാ ജനത്തോടും ഞാൻ പറയേണ്ട വാർത്ത, സുവാർത്ത എന്ന് പറയുന്നത് വന്ന് യേശുവിനെ നിങ്ങൾ കാണുവിൻ. ഞാൻ അനുഭവിച്ച, ഞാൻ ജീവിച്ചറിഞ്ഞ, ഞാൻ ജീവിച്ച, ഞാൻ കണ്ട യേശുവിനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്നാണ് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത്. ബെർണബി എന്ന് പറയുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതൻ പറയുന്നത് ഇങ്ങനെയാണ്, ആൻഡ്രൂ ഈസ് ആൻ ഇൻട്രൊഡക്ടർ. ആൻഡ്രൂ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നവൻ ആണ്. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നവൻ മാത്രം ആണ് എന്ന് പറയുകയാണ്. അതെ, എവിടെയൊക്കെയാണ് അന്ത്രയോസ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത്? എവിടെയൊക്കെയാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് വിളിക്കുന്ന, ക്രിസ്തുവിന്റെ വിശ്വാസം പിന്തുടരുന്ന, ക്രിസ്തുവിന്റെ മാർഗം അനുകരിക്കുന്നു എന്ന് ഊർജ്ജം കൊള്ളുന്നവരായിട്ടുള്ള നമ്മൾ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ടതെന്ന് കൂടെ അന്ത്രയോസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ ചിന്ത, ആദ്യം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ടത് നോർത്ത് ഇന്ത്യയിലല്ല, മുച്ചല്ലൂർ ദേശത്തല്ല, അയൽപക്കത്തിലല്ല. ആദ്യം ക്രിസ്തുവിനെ നാമോദയത്തിന് പരിചയപ്പെടുത്തേണ്ടത്
ആയിരിക്കണം, കുടുംബത്തിന്റെ ഉള്ളിൽ ആയിരിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാമത്തെ വാക്യത്തില് യേശുവിനോടൊപ്പം ഒരു ദിവസം താമസിച്ചിട്ട് ഈ അന്ത്രയോസ് മനസ്സിലാക്കുകയാണ്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കുകൾ സത്യമായിരുന്നു, 100% യേശു മശിഹായാണ്. അങ്ങനെ അവൻ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അവൻ തിരിച്ച് ഭവനത്തിലേക്ക് പോവുകയാണ്, തന്റെ കുടുംബത്തിലേക്ക് അവൻ പോവുകയാണ്. അവൻ ആദ്യമായിട്ട് കണ്ട വ്യക്തി എന്ന് പറയുന്നത് പത്രോസ് ആയിരുന്നു. പത്രോസ് എന്ന് പറയുന്നത് അന്ത്രയോസിന്റെ സഹോദരൻ ആയിരുന്നു. യോഹന്നാന്റെ മക്കളായിരുന്നു അന്ത്രയോസും പത്രോസും. അങ്ങനെ ഈ പത്രോസിന്റെ അടുക്കലേക്ക് അവൻ കടന്നു പോയതിനു ശേഷം പത്രോസ് പറയുകയാണ്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. മശിഹ എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. 400 വർഷങ്ങൾക്ക് മധ്യത്തില് മലാഖി മുതൽ മത്തായി വരെയുള്ള ഈ വേദഭാഗങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഇല്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു യോഹന്നാൻ പ്രവാചകൻ. യോഹന്നാൻ എന്ന സ്നാപകൻ കടലിൽ വന്ന് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം ഈ മനുഷ്യൻ ആ സാമ്യതകളെല്ലാം ക്രിസ്തുവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അവിടെ പറഞ്ഞത് പത്രോസിനോട് അവൻ പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ടെസ്റ്റിമണി ആയിരുന്നു. നമ്മുടെ ജീവിതങ്ങളിലും ഈ ശക്തിയുള്ള ഈ ഒരു സാക്ഷ്യം ആവശ്യമാണ്. ഈ അവരുടെ ടെസ്റ്റിമണി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഞാൻ കണ്ടെന്നാണ് തോന്നുന്നത്, അങ്ങനെയല്ല പറഞ്ഞത്. ക്രിസ്തു ആണെന്നാണ് തോന്നുന്നത്, അങ്ങനെയല്ല പറഞ്ഞത്. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ചെടുത്ത ദൈവം സത്യസന്ധനായ ദൈവമാണ്, അവൻ മശിഹായാണ്, അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് എന്ന് സത്യസന്ധമായി അവൻ ശക്തിയോടുകൂടി ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തത്. കുടുംബത്തിന്റെ അടിത്തളങ്ങളിൽ അവൻ ആദ്യമായിട്ട് അവിടെ പറയുന്ന വാക്കുകയാണ്, ഈ പത്രോസിനെ വിളിച്ചു കൊണ്ടുപോയി ക്രിസ്തുവിന്റെ അടുക്കൽ അവൻ കൊണ്ടുപോയി ആക്കിക്കൊണ്ടുപോവുകയാണ്. ക്രൈസ്തവ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരിചയപ്പെടുത്തൽ ആയിരുന്നു അത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പത്രോസിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ഒരു ജീവിതവും ആ ഒരു രീതിയും മാറ്റപ്പെടുകയാണ്. അന്ത്രയോസിനേക്കാൾ മിടുക്കനായിട്ടുള്ള ലോകമറിയുന്ന അനന്തരിക്കപ്പെട്ട ഒരു ശിഷ്യനായി പത്രോസ് മാറ്റപ്പെടുകയാണ്. ഒരു പ്രാവശ്യം പോലും അന്ത്രയോസ് പേരെടുക്കുവാൻ നടന്നില്ല, ഞാനില്ലായിരുന്നു നീ ക്രിസ്തുവിനെ കാണുമെന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം പോലും അന്ത്രയോസ് പറഞ്ഞിട്ടില്ല. അന്ത്രയോസ് ചെയ്തിട്ട് മാത്രം താൻ അതിന്റെ ക്രിസ്തുവിനെ തന്റെ കുടുംബത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തു. താൻ അനുഭവിച്ച ക്രിസ്തുവിനെ തന്റെ കുടുംബത്തിൽ അവൻ പരിചയപ്പെടുത്തി കൊടുത്തു. ആദ്യം കുടുംബത്തിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. മക്കൾക്കും ജീവിത പങ്കാളിക്കും നീ അനുഭവിച്ച ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ആ സാക്ഷ്യം ശക്തിയുള്ള സാക്ഷ്യമാണെങ്കിൽ പത്രോസിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കും. അന്ത്രയോസ് അതിന് തയ്യാറായി മുന്നിലോട്ട് കടന്നു വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പത്രോസ് എഴുന്നേറ്റു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ വീട്ടില് നമുക്ക് തോന്നും പോലെ ജീവിച്ചിട്ട് ബഹളം കാണിച്ചിട്ട് പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ് വെളിയായി നടന്നാൽ ഒരു പ്രയോജനവുമില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അന്ത്രയോസ് വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ആദ്യം കുടുംബത്തില് ഫാമിലി ഫസ്റ്റ്, ആദ്യം കുടുംബത്തില് ക്രിസ്തുവിനെ പറയുകയാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, രണ്ടാമത്തെ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സാധ്യതകളെ കണ്ടെത്തി സാധ്യതകളെ യേശുവിന്റെ മുൻപിൽ പരിചയപ്പെടുത്തിയവരായിരുന്നു അന്ത്രയോസ്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സാധ്യതകളെ യേശുവിന്റെ മുൻപിൽ പരിചയപ്പെടുത്തിയവരായിരുന്നു ഈ അന്ത്രയോസ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, സാധ്യതകളെല്ലാം അടങ്ങിയ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രശ്നം ഈ യേശുവും ശിഷ്യന്മാരും അഭിമുഖീകരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 5000 പേരെ പോഷിപ്പിച്ചു എന്ന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അതിന് കാരണക്കാരൻ ആരായിരുന്നു എന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ? യേശുവിന്റെ പ്രസംഗം കേട്ട ജനം ഇങ്ങനെ ആയിരിക്കുകയാണ്, ഇനിയും കേൾക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ആയിരിക്കുകയാണ്. യേശു അവരെ കണ്ട് മനസ്സിലാക്കുകയാണ്. യേശു അവരെ നോക്കിയിട്ട് ഈ ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവർ കഴിക്കാൻ കൊടുക്കുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഫിലിപ്പോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു, 200 പണത്തിന് അപ്പം വാങ്ങിച്ചാൽ പോലും ഇവർക്ക് തികയുകയില്ല.
ഇവർക്ക് തികയില്ല എന്ന് പറയുകയാണ്. പ്രശ്നത്തെ അവൻ സാധ്യതകളെ കണ്ടെത്താതെ അസാധ്യമാക്കി അവൻ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അന്ത്രയോസ് മുന്നിലോട്ട് കടന്നു വരികയാണ്. അന്ത്രയോസ് പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഒരു സാധ്യത കണ്ടെത്തുകയാണ്. ആ സാധ്യത മറ്റൊന്നുമായിട്ടില്ല, 5 അപ്പവും 2 മീനുമുള്ള ഒരു ബാലകൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അവനെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ അവനിലുള്ള അനുഗ്രഹമായി എല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സാധ്യതയെ തിരിച്ചറിഞ്ഞ് ഈ ബാലനെയും കൊണ്ട് അന്ത്രയോസ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഈ സാധ്യതയും ബാലനെയും പരിചയപ്പെടുത്തിയപ്പോൾ 12 കൊട്ട അപ്പം നിറച്ചെടുത്തു, ബാക്കിയായി വന്നു. ഇവരെല്ലാവരും ഭക്ഷിച്ചതിനു ശേഷം 12 കൊട്ട അപ്പം ബാക്കിയായി വന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നത്തിന്റെ മധ്യത്തിൽ സാധ്യതകളെ കണ്ടെത്തി മറ്റുള്ളവരുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ആരെങ്കിലും ഒരു പ്രശ്നം വന്ന് പറയുന്ന സമയത്ത്, കർത്താവ് ഒരു പ്രശ്നം നിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, ഫിലിപ്പോസിനെ പോലെ ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കാതെ ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഒരു സാധ്യതയെ കണ്ടെത്തി ആ സാധ്യതയെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ നിന്ന് നീ അനുഗ്രഹം പ്രാപിക്കണം, മറ്റുള്ളവരും അനുഗ്രഹം പ്രാപിക്കണം എന്നാണ് അന്ത്രയോസ് പറഞ്ഞിരുന്ന രണ്ടാമത്തെ വലിയ പാഠം. മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റിയവനായിരുന്നു അന്ത്രയോസ്. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അസാധ്യതയല്ല ഈ മനുഷ്യൻ പരിചയപ്പെടുത്തിയത്, സാധ്യതയെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. പോസിബിലിറ്റിയെ പോസിബിളാക്കി മാറ്റുവാൻ ഈ മനുഷ്യൻ ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ്. അസാധ്യത്തെ അല്ലെങ്കിൽ സാധ്യതയെ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ ഈ മനുഷ്യൻ ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലും ക്രിസ്തുവിന്റെ മാർഗം അനുകരിക്കുന്നവരാണ് നിങ്ങളല്ല. ഒരു പ്രശ്നം വരുമ്പോൾ അസാധ്യമാണെന്ന് പറഞ്ഞ് ഫിലിപ്പോസിനെ പോലെ വാതിലടക്കാതെ അന്ത്രയോസിനെ പോലെ ആ വാതിലുകളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി നോക്കാം. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ചിന്ത, മരണം വരെയും സുവിശേഷത്തിലൂടെ മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിനെ പരിചയപ്പെടുത്തിയവരായിരുന്നു അന്ത്രയോസ്. മരണം വരെയും മറ്റുള്ളവരുടെ മുൻപിൽ സുവിശേഷത്തിലൂടെ യേശുവിനെ പരിചയപ്പെടുത്തിയവരായിരുന്നു അന്ത്രയോസ്. യേശു കർത്താവ് മരിക്കുകയാണ്, ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉചിതനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഈ സുവിശേഷം ലോകത്തെല്ലാവരും പോയി പറയണം. കർത്താവായ യേശു ക്രിസ്തു എന്ന ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണെന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് നിങ്ങൾ പറയണമെന്ന് പറയുകയാണ്. അങ്ങനെ അന്ത്രയോസ് യാത്ര പുറപ്പെടുകയാണ്. യേശുവിനെ കണ്ടെത്തുന്നത് മുതൽ അവൻ എന്താണോ ചെയ്യുന്നത്, യേശുവിനെ കണ്ടെത്തിയത് അവൻ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അത് തന്നെ ഗ്രീസിൽ വെച്ച് അവനുണ്ടായ രക്തസാക്ഷിത്വം വരെ അവൻ ചെയ്യുകയാണ്. അതെ, അവൻ ഗ്രീസിൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്തിച്ചേരുകയാണ്. ധാരാളം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായി കിടന്ന ഗ്രീസില് ഈജിയസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയെ അവൻ ശ്രദ്ധിക്കുകയാണ്. ആ ചക്രവർത്തിയുടെ ഭാര്യയും സഹോദരനും വയ്യാതെ കിടക്കുകയാണ്, രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. അന്ത്രയോസ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, കർത്താവാണ് ലോക രക്ഷിതാവെന്ന് അവൻ പറയുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ലഭിക്കുന്നു, രൂപാന്തരം വരുന്നു, സൗഖ്യം പ്രാപിക്കുകയാണ്. സൗഖ്യം പ്രാപിച്ച ഇവരെന്ത് അറിയാമോ? സൗഖ്യം പ്രാപിച്ച ഇവര് യേശുവിനെ സ്വീകരിക്കുകയാണ്. ഇത് കണ്ട ഈജിയസ് എന്ന് പറയുന്ന ചക്രവർത്തിക്ക് ഒരു പ്രയാസം, ഒരു പേടി, ഒരു ആകുലത. ഇവരെല്ലാവരും ക്രിസ്തു മാർഗത്തില് ഈ അന്ത്രയോസിന്റെ പിന്നാലെ നടന്ന് പോയാൽ ഒരുപക്ഷെ എന്റെ രാജ്യത്തിൽ ആരും തന്നെ കാണുകയില്ല. അങ്ങനെ അന്ത്രയോസിനെ കൊല്ലുവാനായിട്ട് പിടിക്കുകയാണ്. ക്രൂശിൽ തറയ്ക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് പണ്ട് പറഞ്ഞില്ലേ, അതുപോലെ അന്ത്രയോസ് പറയുകയാണ്, യേശുവിനെ പോലെ ക്രൂശീകരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. എന്നെ യേശുസാന്നിധ്യമുള്ള ഗുണലക്ഷണത്തിലുള്ള ഒരു ക്രൂശിൽ നിങ്ങളെ ക്രൂശീകരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ചാട്ടവാർ കൊണ്ട് അടിക്കുകയാണ്. ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോഴും പുഞ്ചിരിയോടുകൂടി ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തോട് അന്ത്രയോസ് വിളിച്ചു പറയുകയാണ്. ഈജിയസിന് ദേഷ്യം വന്നു, ഇവന്റെ കയ്യിൽ ആണി തറച്ചാല് ഇവൻ പെട്ടെന്ന് മരിച്ചു പോകും, ഇവൻ അങ്ങനെ മരിക്കുവാനായിട്ട് പാടില്ല, ക്രൂശിൽ പിടിച്ചവരെ കെട്ടിയിട്ട് വെച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. കെട്ടിയിട്ട് ഒരു വെളി പ്രദേശത്ത് ഇങ്ങനെ ക്രൂശ് നാട്ടി വെച്ചു. ആ സമയത്ത് അവന്റെ അടുക്കലേക്ക് കുറെ പേര് കടന്നു വന്നു. ഇവൻ എന്താണ് സംസാരിക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. അവരോട് അന്ത്രയോസ് സുവിശേഷം പറഞ്ഞു. ക്രിസ്തുവാണ് രക്ഷിതാവെന്ന് അവരോടും അവൻ വിളിച്ചു പറയുകയാണ് ചെയ്തത്.
നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ രക്ഷിതാവ് ആരാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ മരണത്തിന്റെ നിമിഷങ്ങളിലും ഇൻട്രൊഡക്ടർ ആയിട്ടുള്ള, ഇൻട്രൊഡ്യൂസർ ആയിട്ടുള്ള ഈ അന്ത്രയോസ് കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അതേ 3 ചിന്തകളാണ് ഈ അന്ത്രയോസ് എന്ന വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നെന്ന് പറയുന്നത്, ആദ്യം കുടുംബത്തിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണം. ക്രിസ്തുവിനെ ആദ്യം നീ അനുഭവിച്ച ക്രിസ്തുവിനെ, നീ രുചിച്ച ക്രിസ്തുവിനെ ശക്തിയോടുകൂടെ മശിഹായിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്തിക്കൊടുക്കണം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പ്രശ്നങ്ങളിൽ സാധ്യതകളെ കണ്ടെത്തി ആ ദൈവസന്നിധിയിൽ ആ സാധ്യതകളെ പരിചയപ്പെടുത്തി നിന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമാക്കി മാറ്റണം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, മരണത്തിന്റെ അവസാന നിമിഷം ക്രിസ്തുവിനെ പ്രകീർത്തിക്കുവാനാണ്, ക്രിസ്തുവിനെ മഹത്വീകരിക്കുവാനാണ്, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനാണ് ദൈവം നമ്മുടെ ജീവിതം നൽകിയിരിക്കുന്നത്. നിന്റെ വാക്കുകൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും നിന്റെ ചിന്ത കൊണ്ടും ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കാകും. നീ നടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവം നിന്നിൽ സ്ഫുരിച്ച് വരണം. പരിശുദ്ധനായ ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നീ എന്താണ് പറയേണ്ടത്? അതേ റോമർക്ക് ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, യേശുവിനെ കർത്താവിന്റെ വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്നാണ് മറ്റുള്ളവരോട് പറയുന്നത്. ഇതേ വാക്യം ഒരിക്കൽ കൂടെ നീ എന്ന ഭാഗത്തുള്ളത് മാറ്റി ഞാൻ രക്ഷ പ്രാപിക്കും എന്ന് നാം പറയുന്നത് ആവശ്യമാണ്. അതേ ഈ ബൈസാന്റിയൻ സഭ എന്ന് പറയുന്ന സഭാവിഭാഗം ഈ അന്ത്രയോസിനെ കുറിച്ച് പറയുന്നത് പ്രോട്ടോക്ലീറ്റോസ് എന്നാണ്. പ്രോട്ടോക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ ആദ്യം വിളിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ആദ്യം വിളിക്കപ്പെട്ടവൻ. പത്രോസിന് മുന്നോടിയെ വിളിക്കപ്പെട്ടവനായിരുന്നു അന്ത്രയോസ്. പക്ഷേ ഒരിടത്ത് പോലും കയ്യടി വാങ്ങുവാൻ, പേര് ഉയർത്തി കാണിക്കുവാൻ അന്ത്രയോസ് ശ്രമിച്ചതേ ഇല്ല. എപ്പോഴും ക്രിസ്തുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ അവൻ ശ്രമിച്ചു. നമ്മുടെ ജീവിതങ്ങളിലും കയ്യടി വാങ്ങുന്നതിന് അപ്പുറമായിട്ട് ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ക്രിസ്ത്യാനികളായ നമുക്ക് ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് സാധിക്കുക? പരിശുദ്ധനായ ദൈവം അതിന് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആമേൻ.